നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഓപ്പൺ വിഭാഗത്തിൽ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ വാൾദാർ മുർസിൻ ലോക ചാമ്പ്യനായപ്പോൾ വിമൻസ് സെക്ഷനിൽ നമ്മുടെ കോനേരി ഹംപി ലോക കിരീടം നേടിയിരിക്കുകയാണ്. ഇത് രണ്ടാം തവണയാണ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. നമുക്ക് 8ാം റൗണ്ടിൽ നടന്ന ഒരു ഗെയിം കണ്ടു നോക്കാം. ജോർജിയൻ ഗ്രാൻഡ് മാസ്റ്റർ നെനോ ബാറ്റ്ഷാവിലി വൈറ്റ് സൈഡും ഹംപി ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് T4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. വൈറ്റ് C4 മൂവ് ചെയ്യുന്നു, ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് ബിഷപ്പിനെ B4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇത് നിംസോ ഇന്ത്യൻ ഡിഫൻസ് ആണ്. വൈറ്റ് അടുത്ത നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് B6 മൂവ് ചെയ്യുന്നു. ഇനി വേഗം ബിഷപ്പിനെ കൂടെ ഈ ഡയഗണലിലേക്ക് കൊണ്ടുവരാനാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം. വൈറ്റും ബിഷപ്പിനെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് E3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B7 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റും ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും കിങ്സ് എല്ലിലേക്ക് കാൻസലിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് സെന്റർ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. T5 മൂവ് ചെയ്തുകൊണ്ട് C4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് അത് അക്സെപ്റ്റ് ആണ്. പോൺ വെച്ച് പോണിട്ടുന്നു, ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് പല രീതിയിൽ മുന്നോട്ട് പോകാം. വൈറ്റ് ഇവിടെ നൈറ്റിനെ വളരെ പ്രധാനപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കുകയാണ്. നൈറ്റിനെ E5 മൂവ് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ ഏതെങ്കിലും പോൺ വെച്ച് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അടുത്ത നൈറ്റിനെ D7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ബിഷപ്പിനെ D6 കൊണ്ടുവന്ന് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയായിരുന്നു ബ്ലാക്കിന്റെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. ആദ്യം റൂക്കിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാണ്. റൂക്കിനെ E8 കൊണ്ടുവന്ന് E5 ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ റൂക്ക് വെച്ച് അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം ഡെവലപ്പ് ആകാനുള്ള അവസാനത്തെ പീസിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ D2 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുപോയാണ്. ബിഷപ്പിനെ D6 തിരിച്ചുകൊണ്ടുപോയി വൈറ്റിന്റെ നൈറ്റിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നില്ല. പകരം ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് F4 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ഈ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോകുന്നെങ്കിലാണ് വൈറ്റിനിവിടെ നല്ലൊരു അറ്റാക്കിന് സാധ്യത കിട്ടുന്നത്. ആ സാധ്യത എന്താണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ വിട്ടാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ 2 സ്കോറുകളേ ഉള്ളൂ. ഈ 2 സ്കോറിലേക്കും ക്വീനിന് കൺട്രോൾ ഉണ്ട്. അല്ലാതെ സേഫായിട്ട് പോകാൻ കഴിയുന്നത് D7 E4 ഈ 2 സ്കോറിലേക്ക് എവിടേക്ക് തന്നെ പോയാലും വൈറ്റിന് നല്ലൊരു അറ്റാക്കിന് സാധ്യതയുണ്ട്. ആദ്യം നൈറ്റ് ഇപ്പോൾ D7 മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിന് ഇവിടെയുള്ള ഏറ്റവും നല്ല അറ്റാക്കിംഗ് ഓപ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഗ്രീക്ക് ഗിഫ്റ്റിനെ കുറിച്ച് അറിയാവുന്നവർക്ക് വളരെ വേഗം തന്നെ മനസ്സിലായി കാണും. ഇവിടെ ഇപ്പോൾ ശരിക്കുള്ള ഗ്രീക്ക് ഗിഫ്റ്റ് അല്ലെങ്കിൽ പോലും ഏകദേശം അതുപോലൊരു അറ്റാക്കിനാണ് വൈറ്റിന് ഇവിടെ സാധ്യതയുള്ളത്. ആദ്യം ബിഷപ്പ് വെച്ച് H7 പോയിന്റ് എടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യാം. ഇപ്പോൾ ചെക്കാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനൂടെ പ്രധാനമായും 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ ഈ 2 സ്കോറിലേക്ക് എവിടെയെങ്കിലും മാറ്റാം. ഇപ്പോൾ കിങ്ങിനെ H8 മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ തന്നെ ക്വീൻ H5 വരികയും പിന്നീട് ഇവിടെ ഒരു ഡിസ്കവേർഡ് ചെക്കിനും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റിനും സാധ്യതയുണ്ട്. അല്ലാതെ ഇവിടെ ഇപ്പോൾ കിങ്ങിനെ F8 മൂവ് ചെയ്താലും ക്വീനെ H5 തന്നെ കൊണ്ടുവന്ന് വീണ്ടും ഒരു മേറ്റിംഗ് ത്രെട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ റൂക്കിന്റെ പിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബിഷപ്പിനെ കൂടെ G6 കൊണ്ടുവരാം. ഇതോടെ ആ സ്കോറിലേക്ക് 3 പീസ് വെച്ച് അറ്റാക്ക് ആവും. അതുപോലെ ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. ആ ചെക്ക്മേറ്റ് തടയുന്നതിനായിട്ട് ഇപ്പോൾ കിങ്ങിനെ G8 കൊണ്ടുവന്നാലും ആദ്യം ക്വീൻ H7 ഒന്ന് ചെക്ക് വരും. അപ്പോൾ എന്തായാലും കിങ്ങിനെ മാറ്റേണ്ടി വരും. ആ സമയത്ത് ക്വീൻ H8 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഇങ്ങനൊരു ചെക്ക്മേറ്റ് ഫിഷിന് വരുമ്പോൾ റൂക്ക് വെച്ച് ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പോൺ വെച്ച് ഈ ക്വീനെതിരെ അറ്റാക്ക് കൊടുത്താലും വൈറ്റിനുടെ വീണ്ടും ഫോഴ്സ്ഡ് മൂവുകൾ കൊടുത്തുകൊണ്ട് അടുത്ത 5 മൂവിൽ വിജയിക്കാൻ കഴിയും. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ സിമ്പിളായിട്ട് ക്വീനെ H6 കൊണ്ടൊന്ന് ചെക്ക് കൊടുത്താലും കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ തുടർച്ചയായിട്ടുള്ള ചെക്കുകൾ കൊടുത്തുകൊണ്ട് വിജയിക്കാൻ കഴിയും. എന്നാൽ ഇവിടെ ഒരു പീസിനെ കൂടെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വൈറ്റിന് കുറച്ചുകൂടെ വേഗത്തിൽ വിജയിക്കാൻ കഴിയും. ആദ്യം റൂക്ക് വെച്ച് F7 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇതൊരു റൂക്ക് സാക്രിഫൈസ് ആണ്. ബ്ലാക്കിനിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ബിഷപ്പ് വെച്ച് പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ കിങ്ങിനെ മൂവ് ചെയ്യാൻ ഒരുപാട് സ്കോർ ഉണ്ടെങ്കിലും എവിടേക്ക് തന്നെ മാറിയാലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആവും. ഉദാഹരണത്തിന് E6 മൂവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ക്വീൻ F5 ഒന്ന് ചെക്ക് വരും. അപ്പോൾ E7 തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് ക്വീൻ പോയി ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഇവിടേക്ക് മാറുകയാണെങ്കിൽ ആദ്യം H7 ഒന്ന് ചെക്ക് വരും, തുടർന്ന് വേഗത്തിൽ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ F8 മാറിയാലും ആദ്യം
ക്വീൻ H8ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇപ്പോഴും F7ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് ക്വീൻ ഉപയോഗിച്ച് ചെക്ക് വരികയും എങ്ങോട്ട് തന്നെ മാറിയാലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. നമുക്കിനി ആദ്യം കണ്ട പൊസിഷനിലേക്ക് വരാം. ബ്ലാക്ക് ഇപ്പോൾ ഈ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ ഈ 2 സ്കോറിലേക്ക് കിങ്ങിനെ മൂവ് ചെയ്താലുള്ള വേരിയേഷൻസ് ആണ് ഇപ്പോൾ നോക്കിയത്. എന്നാൽ ഇത് അക്സെപ്റ്റ് ചെയ്താൽ എന്ന് സംഭവിക്കും നോക്കാം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ക്വീൻ H5ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് G8ലേക്ക് മാറേണ്ടി വരും. ആ സമയത്ത് ഈ റൂക്കിൻ്റെ സപ്പോർട്ടോടെ ക്വീൻ ഉപയോഗിച്ച് F7ൽ പോയിട്ട് വീണ്ടും ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ എങ്ങോട്ട് തന്നെ മാറിയാലും അടുത്ത മൂവിൽ റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാനും ഇനി വളരെ വേഗത്തിൽ വൈറ്റിന് ഈ ഗെയിം വിജയിക്കാനും കഴിയും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ എന്തായാലും ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പും നൈറ്റും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം ഈ നൈറ്റിനുള്ള ഒരു സപ്പോർട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് C5 ചെയ്തുകൊണ്ട് D4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ പോണ വെച്ച് പോണിട്ടുന്നില്ല. ആദ്യം ബിഷപ്പിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് A6 മൂവ് ചെയ്തുകൊണ്ട് B5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് ഇവിടെ ക്വീന് ഡെവലപ്പ് ചെയ്യാണ്. ക്വീനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ പോണകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോണ വെച്ച് പോണിട്ടുന്നു, വൈറ്റ് പോണ വെച്ച് തിരിച്ചോട്ടുന്നു. അതിനുശേഷം നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് D4 പോണൊരു അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ F2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വീണ്ടും ബിഷപ്പിനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഷപ്പിനെ B4ലേക്ക് തന്നെ കൊണ്ടുവന്ന് നൈറ്റിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോഴും ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം അടുത്ത റൂക്കിനെ കൂടെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ D1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്കിന് വേണമെങ്കിൽ ഇപ്പോഴും ഈ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവാം. എന്നാൽ ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ കിട്ടുന്നില്ല. പകരം ഈ നൈറ്റിന് മുന്നോട്ട് വരാനുള്ള ഒരു സ്ക്വയറൂടെ ബ്ലോക്ക് ചെയ്യാണ്. അതിനായിട്ട് B5 മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ നൈറ്റിന് മുന്നോട്ട് പോകാനുള്ള എല്ലാ സ്ക്വയറുകളും ബ്ലോക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് നൈറ്റിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ പ്രധാന ലക്ഷ്യം ഈ ബിഷപ്പല്ല, പകരം ഈ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതാണ് പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈറ്റിന് നൈറ്റിനെ G3ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരുന്നു നല്ല മൂവ്. വൈറ്റ് എന്നാലും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബിഷപ്പിനെ നൈറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നല്ല മൂവല്ല. എന്നാൽ നൈറ്റ് വെച്ച് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഈ ബിഷപ്പിനോട് നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A3 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ F8ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം നൈറ്റിനെ G3ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇവിടെ എന്തായാലും നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ A5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് ബസ് നൈറ്റിനോട്ടായാലും പോൺ ബസ് തിരിച്ചുവിട്ടിക്കൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെയും ക്വീനെയും ഫോർക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും വൈറ്റിന് ഈ ബിഷപ്പോൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ആ സ്കോറിലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ്. റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോഴും ആ നൈറ്റിനെ അവിടെ നിന്ന് മാറ്റുന്നില്ല. പകരം ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ F5 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് നൈറ്റ് ബസ് ആ പോണെ വെട്ടിമാറ്റാൻ അവസരമുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ മറ്റൊരു വഴി കണ്ടെത്തുകയാണ്. ആദ്യം F6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ അടുത്ത നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ ഈ G4 സ്കോർ മാത്രമേ ഉള്ളൂ. വൈറ്റ് അങ്ങോട്ട് തന്നെ മാറ്റാണ്. നൈറ്റിനെ G4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ഈ റൂക്കിൻ്റെ ഫയലൂടെ ഓപ്പൺ ആകുകയും ബ്ലാക്കിൻ്റെ നൈറ്റിന് ഒരു സപ്പോർട്ടൂടെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഇവിടെ അടുത്ത നൈറ്റിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. നൈറ്റിനെ C4ലേക്ക് കൊണ്ടുവന്ന് B2 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ B3 മൂവ് ചെയ്താലും നൈറ്റ് B2ലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഫോർക്ക് വരും. അതുകൊണ്ട് വൈറ്റ് റൂക്കിനെ E2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് B2 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ D7ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീന് G4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു കൂട്ട എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ ആ എക്സ്ചേഞ്ചിന് ശേഷം വൈറ്റിൻ്റെ ക്വീന് എങ്ങോട്ടെങ്കിലും മാറേണ്ടി വന്നാൽ ഈ നൈറ്റിന് സപ്പോർട്ട് ഇല്ലാതാകും. അതുകൊണ്ടാവും ആദ്യം തന്നെ വൈറ്റ് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F5 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ F4 ഉണ്ടായിരുന്ന പോൺ ഇങ്ങോട്ടേക്ക് മാറിയതോടെ G5ലേക്ക് വൈറ്റിനുണ്ടായിരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് വേണമെങ്കിൽ ഇപ്പോൾ നൈറ്റിനെ G5ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്കും അതുപോലെ റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്കും കൊടുക്കാൻ അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ അറ്റാക്കിലേക്ക് പോകുന്നില്ല. ആദ്യം ക്വീനെ F7ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ E3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ക്വീനിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. ഇനിയിപ്പോൾ നൈറ്റ് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് വന്നാലും ക്വീനിന് മൂവുള്ള സ്പേസ് കൊണ്ട് ഇവിടെ റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്കും ഇല്ല. അല്ലാതെ ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താലും വൈറ്റിനെ ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ റൂക്കിൻ്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ശ്രമിക്കുന്നില്ല.
പകരം ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയാണ്. നൈറ്റിനെ D6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E4 നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ B1ലേക്ക് മൂവ് ചെയ്ത ശേഷം ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് വെച്ച് നൈറ്റ് കൊണ്ടുവന്നു, വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ A2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് D5 പോണിനെ പിൻ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ D8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ F4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ബിഷപ്പിനെ D6ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം അടുത്ത റൂക്കിനെ കൂടെ E1ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിന് കിട്ടുന്നു, വൈറ്റ് ക്വീന് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഇനി വൈറ്റ് നൈറ്റിനെ മാറ്റിക്കൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുമ്പോൾ ആ അറ്റാക്ക് വളരെ സ്ട്രോങ് ആവും. കാരണം ഈ D5 പോൺ പിന്നിങ് ഇല്ലാതെ കാരണം പോൺ വെച്ച് തിരിച്ചു കിട്ടാൻ പറ്റില്ല. അങ്ങനെ ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് ബ്ലാക്ക് ആ നൈറ്റിനോടൊന്ന് മാറ്റാണ്. നൈറ്റിനെ D6ലേക്ക് മൂവ് ചെയ്യുന്നു. ആ നൈറ്റോടൊന്ന് മാറിയതോടെ ഈ ഡയഗണൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇപ്പോൾ D5 പോണെതിരെ നൈറ്റ് വെച്ചും ബിഷപ്പ് വെച്ചും അറ്റാക്ക് ഉണ്ട്. വൈറ്റ് ക്വീനെ F3ലേക്ക് കൊണ്ടുവന്ന് ആ പോണെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇനി നൈറ്റ് വെച്ച് ആ പോണിനെ എടുത്തുകൊണ്ട് ഈ ഡയഗണൽ ഓപ്പൺ ചെയ്യുകയാണ് വൈറ്റിന്റെ ഉദ്ദേശം. ബ്ലാക്ക് അത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ C4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം D5 പോണിനെ റൂക്ക് ഉപയോഗിച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ ആ പോണിന് 3 പീസുകളുടെ സപ്പോർട്ട് ആയിട്ടുണ്ട്. ഈ സമയത്ത് വൈറ്റിന്റെ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇതോടെ റൂക്കുകളുടെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനെ കിട്ടുന്നു, വൈറ്റ് ക്വീന് വെച്ച് തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം പോൺ വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് D4 പോണിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ റൂക്കിനെ D1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ റൂക്കിനെ C8ലേക്ക് കൊണ്ടുവന്ന് ക്വീനിന് ഒരു അറ്റാക്ക് കൊടുക്കാൻ അവസരം കിട്ടും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ റൂക്കിനെ D1ലേക്ക് കൊണ്ടുവരുന്നില്ല. പകരം ക്വീനെ F2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്കിന്റെ ഭാഗത്തു നിന്നും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. ക്വീനെ D5ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം G2 സ്ക്വയറിലേക്കും സ്ട്രോങ് ആയിട്ട് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇതോടെ വൈറ്റിന്റെ D4 പോണിനെതിരെ 2 വിസിൽ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. വൈറ്റിന് വേണമെങ്കിൽ ഇപ്പോൾ റൂക്കിനെ D1ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് ഒരു സപ്പോർട്ടോ കൊടുക്കാം. വൈറ്റ് ഇവിടെ ബ്ലാക്കിന്റെ ഈ ക്വീനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം B3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ ക്വീന് വെച്ച് ഈ പോണിനെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ വൈറ്റിന്റെ കാൽക്കുലേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. ബ്ലാക്ക് ഇപ്പോൾ ക്വീന് വെച്ച് D4 പോൺ എടുക്കുന്നില്ല. പകരം പോൺ വെച്ച് B3 പോൺ എടുത്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യേണ്ടത് തന്നെ വൈറ്റിന് ബിഷപ്പിനെ ഈ ഡയഗണലിൽ നിന്ന് മാറ്റേണ്ടവരാണ്. ബിഷപ്പിനെ B1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന് പൂർണ്ണമായും ഒരു പോൺ നഷ്ടമായിട്ടുണ്ട്. അടുത്ത പോണിനെതിരെ 2 വിസിൽ വെച്ച് അറ്റാക്കും ഉണ്ട്. ക്വീൻ വെച്ച് D4 പോൺ എടുത്തുകൊണ്ട് ഒരു പോണിനെ കൂടെ ബ്ലാക്ക് നേടിയെടുക്കുന്നു. ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് വൈറ്റും ഇതുവരെ വെയിറ്റ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഈ ക്വീനുകൾ തമ്മിൽ അറ്റാക്കിലാണെങ്കിലും ഇപ്പോൾ ക്വീൻ വെച്ച് ക്വീൻ കിട്ടുന്നില്ല. പകരം ഈ ക്വീന് സപ്പോർട്ടിട്ടുള്ള ഈ റൂക്കിനെ ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ബോൾ റൂക്ക് വെച്ച് റൂക്കിലോട്ടാണെങ്കിൽ ഈ ക്വീനെ നേടിയെടുക്കാമെന്നതാണ് വൈറ്റിന്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ബോൾ റൂക്ക് വെച്ച് റൂക്കിനെ കിട്ടുന്നില്ല. പകരം കിങ്ങിനെ F7ലേക്ക് മൂവ്തുകൊണ്ട് റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനെ കിട്ടുന്നു, ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ ബിഷപ്പും കിങ്ങും ഒരേ റാങ്കിലാണുള്ളത്. ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ ഇവിടെ ഒരു ഫോർക്കും ചെക്കിനുള്ള അവസരമുണ്ട്. അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നതിന് വേണ്ടിയാവും വൈറ്റ് ക്വീനെ C5ലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഇവിടെ ബ്ലാക്കിനുള്ള അതേ പ്രശ്നം തന്നെ വൈറ്റിനും ഉണ്ട്. ബ്ലാക്ക് ആ അവസരം ഉപയോഗപ്പെടുത്തിയാണ് ക്വീനെ D1ലേക്ക് കൊണ്ടുവന്ന് ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, F2ലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ. വൈറ്റ് കിങ്ങിനെ F2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ വെച്ച് ബിഷപ്പിനെ എടുക്കുമ്പോൾ വൈറ്റിനും അതുപോലെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ബിഷപ്പിനെ നേടിയെടുക്കാമെന്നാണ് വൈറ്റ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ വൈറ്റ് പ്രതീക്ഷിക്കാത്തൊരു മൂവാണ് ബ്ലാക്ക് ചെയ്യുന്നത്. ക്വീനെ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നില്ല, പകരം ക്വീനെ D2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 3 സ്ക്വയറുകളേ ഉള്ളൂ. ബിഷപ്പിന് ഈ ഡയഗണലിലേക്ക് കണ്ടുള്ളതുകൊണ്ട് എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും ക്വീനെ വെച്ച് G2 പോണിട്ടുകൊണ്ട് വീണ്ടും ചെക്ക് വരും. അതുകൊണ്ട് ഇപ്പോൾ കിങ്ങിനെ 1ാം നിരയിലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം G3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ അടുത്ത 3 മൂവിൽ ബ്ലാക്ക് വൈറ്റിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ആദ്യത്തെ മൂവ് അത് തന്നെയാണ്. ആദ്യം ക്വീനെ വെച്ച് G2 പോണിട്ടുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ F1ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H4ലേക്ക് മൂവ് ചെയ്യാം. F1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ G5ലേക്കും ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് കിങ്ങിനെ H4ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ക്വീനെ വെച്ച് H2 പോണിട്ടുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G4ലേക്ക് മൂവ് ചെയ്യുന്നു.
ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്കോറുകളൊന്നുമില്ല. ഈ 2 സ്കോറുകളും പോണിൻ്റെ കൺട്രോളാണ്. ഈ ഡയഗണലിലേക്ക് ക്വീനിന് കൺട്രോളുണ്ട്, ഇവിടേക്ക് ബിഷപ്പിനും കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ H5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുത്തോടെ ചെക്ക് മേറ്റ് ആയി. ഇത് വളരെ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞൊരു ഗെയിമായിരുന്നു. പരമാവധി സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.